ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഞ്ഞിൽ വിരിഞ്ഞ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ക്രിസ്മസ് ആണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേരുന്നു കേട്ടോ. ഇനി നമുക്ക് എപ്പിസോഡിലേക്ക് പോവാം. അപ്പം ചിത്തിരയാണെങ്കിൽ കുട്ടപ്പായെ തള്ളി ഇട്ടിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുക കേട്ടോ ചെയ്യുന്നത്. എന്നിട്ടൊരു പുല്ലിൻ്റെ ഇടയിലേക്ക് നീങ്ങി ഒളിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കുട്ടപ്പായി വിടുന്നില്ല, ചിത്തിരയെ പിറകെ തന്നെ കൂടുക കേട്ടോ ചെയ്യുന്നത്. പുല്ലിൻ്റെ ഇടയിലൊക്കെ തപ്പുന്നുണ്ട്. ചിത്തിരയാണെങ്കിൽ അവിടെ ഒളിച്ചിരിക്കുന്നു. ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിത്തിര ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ ചെയ്യുന്നത്. എന്തെങ്കിലും ചെയ്യണമല്ലോ, അല്ലെങ്കിൽ കുട്ടപ്പായി പിടിക്കുമല്ലോ എന്നൊക്കെ ചിത്തിര ചിന്തിക്കുന്നുമുണ്ട്. കുട്ടപ്പായി ചിത്തിരയെ കാണുന്നുണ്ട് കേട്ടോ, ഒരു പുല്ലിൻ്റെ ഇടയിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. ഡീ എന്നൊരു വിളി വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും ചിത്തിരയാണെങ്കിൽ തറയിൽ നിന്ന് കുറച്ച് മണ്ണെടുത്ത് കയ്യിൽ കേട്ടോ ചെയ്യുന്നത്. കുട്ടപ്പായിക്കിട്ട് പണി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നീ എന്ത് വിചാരിച്ചിട്ട് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചോ എന്നിങ്ങനെ കുട്ടപ്പായി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ ചിത്തിര പറയുന്നുണ്ട്, ഇങ്ങോട്ട് വരരുത്, വന്നു കഴിഞ്ഞാൽ ഞാൻ ഇയാളെ വെച്ചേക്കത്തില്ല, വരരുതെന്നല്ലേ പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കുട്ടപ്പായി അതൊന്നും കേൾക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല. ചിത്തിരയെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നേരെ ചെല്ലുന്നു. ചിത്തിരയാണെങ്കിൽ അയാളുടെ കണ്ണിലേക്ക് മണ്ണ് വാരി ഒരൊറ്റ ഏറ് വെച്ച് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. കുട്ടപ്പായി കണ്ണിൽ മണ്ണ് വീഴുന്നതോടുകൂടി തറയിൽ വീഴുക കേട്ടോ ചെയ്യുന്നത്. പിന്നീട് അവിടെ ഒരു കുഴിയാണ്, ആ കുഴിയിലേക്ക് ചെന്ന് വീഴുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടനെ ചിത്തിര പറയുന്നത്, അവിടെ കിടക്കുക, താനായിട്ട് തന്നെ വരുത്തി വെച്ചതാണ് ഇത്, അതിനുള്ള ശിക്ഷയാണ് തനിക്കിപ്പോൾ കിട്ടിയത്, താനേ അവിടെ തന്നെ കിടന്നാൽ മതി എന്ന് പറഞ്ഞു. ഡി എന്നും പറഞ്ഞുകൊണ്ട് ആ കുഴിയിൽ ഇങ്ങനെ കിടക്കുക കേട്ടോ ചെയ്യുന്നത്. എണീക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ. അങ്ങനെ ചിത്തിര പറയുന്നുണ്ട്, ഇതേ തനിക്ക് കിട്ടിയ ശിക്ഷ തന്നെയാണ്, താൻ കുഴിച്ച കുഴി താൻ തന്നെ വീണു എന്ന് കേട്ടിട്ടില്ലേ, അതാണ് ഇപ്പോൾ സംഭവിച്ചതെന്ന് പറയുക കേട്ടോ ചെയ്തത്. കണ്ണ് കാണാൻ പറ്റാതെ കുട്ടപ്പായി അവിടെ വീണ് കിടക്കുക കേട്ടോ ചെയ്യുന്നത്, എണീക്കാൻ പോലും വയ്യാതെ. പിന്നീട് ചിത്തിരയാണെങ്കിൽ കരോളുകാരെ കണ്ടുപിടിക്കുക കേട്ടോ ചെയ്യുന്നത്. സദനത്തിലെ കുട്ടികൾ തന്നെ കേട്ടോ കരോളുമായിട്ട് അവിടെ കൂടെ പോകുന്നത്. അപ്പോൾ ഉടനെ ചിത്തിര അടുക്കലേക്ക് എത്തുമ്പോൾ ചിത്തിരയെ എന്ന് വിളിച്ചുകൊണ്ട് കുട്ടികളെല്ലാം കൂടെ ചിത്തിര അടുക്കലേക്ക് ഓടിക്കൂടുക കേട്ടോ ചെയ്യുന്നത്. അയ്യോ അപ്പോൾ ഉടനെ ചിത്തിര പറഞ്ഞു, ഞാൻ നിങ്ങളെ നോക്കി വന്നതെന്ന് പറയുന്നു. അയ്യോ അത് വേണ്ടായിരുന്നു, കുട്ടപ്പായി ഉണ്ട് ഞങ്ങളുടെ കൂടെ എന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. അയാൾക്കുള്ള ശിക്ഷ ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. ശിക്ഷയോ? അയാൾ എന്നെ പിടിക്കാൻ വേണ്ടി ഓടിച്ചു, അപ്പം ഞാൻ അയാൾക്കിട്ട് നല്ലൊരു പണി തന്നെ കൊടുത്തിട്ടുണ്ടെന്ന് ചിത്തിര പറയുന്നുണ്ട് കേട്ടോ. അതായത് മനസ്സിൽ ദുഷ്ടത്തരമുള്ളവർക്ക് അതിൻ്റെതായ ശിക്ഷ കിട്ടണം തന്നെയാണല്ലോ ദൈവം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അയാൾക്കിട്ടുള്ള പണി ദൈവമായിട്ട് തന്നെ കൊടുത്തു എന്ന് കരുതിയാൽ മതി എന്ന് പറയട്ടെ ചെയ്യുന്നത്. രക്തദാഹിയാണല്ലോ, അയാളുടെ തൊണ്ട ഒരു ശവക്കുഴി തന്നെയാണെന്നാണല്ലോ ദൈവവചനം. അങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നതെന്നും പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ എങ്ങനെ അറിയാൻ ചിത്തിരയ്ക്കുന്ന കുട്ടികൾ ചോദിക്കുമ്പോഴത്തേക്കും സ്കൂളിൽ ബൈബിൾ നാടകം കളിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അതിലെ എല്ലാ വചനങ്ങളും എനിക്ക് കാണാപ്പാഠമാണെന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. അതിപ്പോൾ ഉപകാരപ്പെട്ടെന്നേ ഉള്ളൂ എന്നും പറയുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ വേറെയും ഡ്രസ്സ് ഉണ്ടോ എന്ന് ചിത്തിര ചോദിക്കുക കേട്ടോ ചെയ്യുന്നത്, സാന്താക്ലോസിൻ്റെ. അപ്പോൾ ഉടനെ കുട്ടികൾ പറയുന്നു, വേറെ ഇല്ല, പക്ഷെ ഞാൻ നിനക്കിത് തന്നെ തരാമെന്നൊരു കുട്ടി പറയുന്നു. ഇന്നത്തെ പാപ്പ നീയാണെന്നും പറയുന്നു. അങ്ങനെ ചിത്തിരയ്ക്ക് ഡ്രസ്സൊക്കെ കൊടുക്കുന്നു. ചിത്തിര ക്രിസ്മസ് പാപ്പയുടെ വേഷമൊക്കെ കെട്ടി തകർത്താടി തിമിർക്കുക കേട്ടോ ചെയ്യുന്നത്. ക്രിസ്മസ് അങ്ങനെ ആടിച്ച് പൊളിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കുട്ടികളുമായിട്ട് എല്ലായിടത്തും കയറിയിട്ട് ചിത്തിര നേരെ വീടിൻ്റെ അവിടെ എത്തുന്നുണ്ട്. നിങ്ങളെന്താ എൻ്റെ വീട്ടിൽ കയറാതിരുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ചിത്തിര കുട്ടികളോട്. അപ്പോൾ ഉടനെ ഒരു കുട്ടി പറയുന്നുണ്ട്, അത് പിന്നെയെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പിന്നീട് പറയുന്നുണ്ട്, നീ പോവുമല്ലേ, അതിനു മുമ്പ് ഒരു ക്രിസ്മസ് സന്ദേശം തന്നിട്ട് പോകുന്നു പറയാട്ടോ ചെയ്യുന്നത്. പിന്നെന്താണെന്ന് പറഞ്ഞുകൊണ്ട് ചിത്തിര എല്ലാവർക്കുമായിട്ട് ക്രിസ്മസ് സന്ദേശമൊക്കെ തരുന്നുണ്ട് കേട്ടോ. അതായത് വിലപിക്കുന്നവൻ സാന്ത്വനിക്കപ്പെടുമെന്നും അതുപോലെ തന്നെ കരുണയുള്ളവന് ദൈവം കരുണ നൽകുമെന്നും അങ്ങനെയുള്ള കുറച്ച് വചനങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഒക്കെ നേരുന്നുണ്ട് കേട്ടോ. എല്ലാ കുട്ടികൾക്കും സന്തോഷമാവുന്നുണ്ട്. ഞാൻ കുറച്ച് സമ്മാനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ചിത്തിര പറയുന്നു. അതെല്ലാം തന്നെ കുട്ടികൾക്ക് കൊടുത്തിട്ട് വീതിച്ചെടുക്കണമെന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് എന്നൊക്കെ ചിത്തിര പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ വേഷത്തിൽ തന്നെ പോകുന്നുണ്ട്. നാളെ സ്കൂളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ ചിത്തിര പോകുന്നു. ചിത്രയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ ക്രിസ്മസ് സദനത്തിലെ കുട്ടികളോടൊപ്പം തന്നെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയതിൽ പിറ്റേ ദിവസം രാവിലെ ചിത്തിര ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് മേശപ്പുറത്ത് വന്നിരിക്കുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഇഡലിയും ചമ്മന്തിയൊക്കെ എടുക്കുന്നുണ്ട്. പിന്നീട് നൈഫും ഫോർക്കും ഉപയോഗിച്ച് തന്നെ ചിത്തിര ഭക്ഷണം കഴിക്കുക കേട്ടോ ചെയ്യുന്നത്. ഇത് ഒളിഞ്ഞു നിന്ന് കാണുക കേട്ടോ ക്യാപ്റ്റൻ ചെയ്യുന്നത്. ക്യാപ്റ്റന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ചിത്തിര ഓരോരോ കാര്യങ്ങളായിട്ട് പഠിച്ചു, ഞാൻ അവളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ ക്യാപ്റ്റൻ ചിന്തിക്കുക കേട്ടോ ചെയ്യുന്നത്. പിന്നീട് തങ്കമ്മേ തങ്കമ്മേ എന്ന് രഹസ്യമായിട്ട് തങ്കമ്മയെ വിളിക്കുന്നു. ഇങ്ങോട്ടൊന്ന് വന്നേ, ഒരു കൂട്ടം കാണിക്കാനാണെന്ന് പറയുന്നു. അപ്പോഴത്തേക്ക് മല്ലികാമ്മ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ദേ കണ്ടോ, ചിത്തിര നൈഫും ഫോർക്കും ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നത്. ഞാൻ വിചാരിച്ച പോലെ തന്നെ അവളെല്ലാം പഠിച്ച് വരുന്നുണ്ട്, എനിക്ക് ഭയങ്കര സന്തോഷമായി എന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. മല്ലികാമ്മയ്ക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമൊന്നും പെടുന്നില്ല കേട്ടോ. പിന്നീട് ക്യാപ്റ്റൻ പറയുന്നുണ്ട്, ഇങ്ങനെ ഞാൻ ഓരോന്നായിട്ട് അവളെ പഠിപ്പിക്കും, എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിയെടുക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഉടനെ മല്ലികാമ്മ ചോദിക്കും, ഇത് പാശ്ചാത്യ സംസ്കാരമല്ലേ മാഡം എന്ന് ചോദിക്കുക കേട്ടോ ചെയ്യുന്നത്. പാശ്ചാത്യ സംസ്കാരവും നൈഫും ഫോർക്കും ഉപയോഗിച്ച് കഴിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു. അതിന് നമ്മുടെ സംസ്കാരം കൈകൊണ്ട് കഴിക്കുന്നതിൽ എന്താ തെറ്റെന്ന് ചോദിക്കുക കേട്ടോ ചെയ്യുന്ന മല്ലികാമ്മ. അത് നിങ്ങൾക്ക് കുശുമ്പായിട്ടാണ്, നൈഫും ഫോർക്കും ഉപയോഗിച്ച് കഴിക്കാൻ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ,
അതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ പറയുന്നതെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അതെങ്ങനെ മാഡം അങ്ങനെ പറയാനായിട്ട് സാധിക്കുന്നതെന്ന് ചോദിക്കട്ടോ ചെയ്യുന്നത്. അതെ, അറിയാൻ മേലാത്തൊരു പലതും ഇങ്ങനെ പറയും. കഥകളി അറിയാൻ മേലാത്തവർക്ക് കഥകളി ഇഷ്ടമല്ലെന്ന് പറയും. അതുപോലെ തന്നെ ക്രിക്കറ്റ് അറിയാൻ മേലാത്തൊരു ക്രിക്കറ്റ് ഇഷ്ടമല്ലെന്ന് പറയും. അങ്ങനെ അവനവനെ അറിയാൻ മേലാത്ത സാധനങ്ങളൊന്നും ഇഷ്ടമല്ല. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ നൈഫും ഫോർക്കും ഉപയോഗിച്ച് കഴിക്കാൻ അറിയാത്തതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ പറയുന്നത്. ഞാൻ നൈഫും ഫോർക്കും ഉപയോഗിച്ച് മാഡത്തിനെ കഴിച്ച് കാണിച്ച് തരട്ടെ എന്ന് മല്ലികാമ്മ പറയുന്നു. അങ്ങനെ സ്റ്റൈലായിട്ട് മല്ലികാമ്മ പോയി മേശപ്പുറത്ത് ഇരിക്കുന്നു. അതുപോലെ തന്നെ നൈഫും ഫോർക്കും എടുക്കുന്നു, ഇഡലിയും ചമ്മന്തിയൊക്കെ എടുക്കുന്നു. കറക്റ്റായിട്ട് കട്ട് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ഇംഗ്ലീഷുകാരെക്കാട്ടിലും സ്റ്റൈലായിട്ട് മല്ലികാമ്മ കഴിക്കുന്നു. അതിനുശേഷം ക്യാപ്റ്റനെ ഒരു നോട്ടം നോക്കുന്നുണ്ട്. ക്യാപ്റ്റൻ ഞെട്ടിത്തെറിച്ച് അന്തം വിട്ട് കുന്തം മെഴുകി നിൽക്കുന്നു. ചിത്തിരയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എൻ്റെ അച്ഛമ്മയെ അങ്ങനെ തരം താത്തണ്ട എന്നുള്ള രീതിയിൽ ക്യാപ്റ്റനെ ഇങ്ങനെ എത്തി നോക്കി ചിരിക്കുക കേട്ടോ ചെയ്യുന്നത്. പിന്നീട് അടുത്ത ഒരു മുറിയും എടുക്കുന്നു, നൈഫും ഫോർക്കും ഉപയോഗിച്ച്. പിന്നീട് ചമ്മന്തിയിലൊക്കെ മുക്കി അല്ല അന്തസ്സായിട്ട് കഴിച്ചിട്ട് ഇങ്ങനെ ഒരു നോട്ടം നോക്കുന്നുണ്ട് കേട്ടോ വീണ്ടും ക്യാപ്റ്റനെ. അപ്പോഴത്തേക്കും ക്യാപ്റ്റനാണെങ്കിൽ ഇതെന്താണ് സംഭവം, ഇവർക്ക് ഇതൊക്കെ അറിയാമോ എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ ചിന്തിക്കുക കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ഉടനെ തന്നെ മല്ലികാമ്മ ഇംഗ്ലീഷിൽ നല്ല ഡയലോഗും അടിക്കുന്നുണ്ട് കേട്ടോ. ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അതായത് ആരെയും വില കുറച്ച് കാണാനായിട്ട് പാടില്ല എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുന്നുണ്ട്. എവരി ഹ്യൂമൻ ബീയിങ്സ് ആർ ഈക്വൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തകർത്തടിക്കുക കേട്ടോ ചെയ്യുന്നത്. ഇത് ഇംഗ്ലീഷുകാരുടെ ഒരു ശൈലിയാണ് ഇതെന്നും സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കാന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ, അതുപോലെ തന്നെയാണ് ഇതെന്നും. കൈകൊണ്ട് കഴിക്കുന്ന അത്ര മോശമുള്ള കാര്യമല്ലെന്നും. സായിപ്പന്മാർക്ക് എന്തൊക്കെ വന്നാലും അവർക്ക് കൈകൊണ്ട് കഴിക്കാനായിട്ട് പ്രയാസമായിരിക്കും. അതുപോലെ തന്നെയാണ് നമുക്ക് നൈഫും ഫോർക്കും ഉപയോഗിച്ച് കഴിക്കാനായിട്ട്. സംസ്കാരം വേറെയല്ലേ മാഡം, ഓരോരുത്തർക്കും ഓരോ സംസ്കാരമല്ലേ, നമ്മൾ നമ്മുടെ സംസ്കാരമല്ലേ അനുഷ്ഠിക്കേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കൂടുതലൊന്നും പറയണ്ടെന്ന് പറയട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്കിതൊക്കെ എങ്ങനെ അറിയാമെന്നും ചോദിക്കുന്നുണ്ട്. എനിക്കിപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ കുറച്ച് സംശയമുണ്ടെന്നും ക്യാപ്റ്റൻ പറയട്ടോ ചെയ്യുന്നത്. ഇതാണ് മാഡത്തിൻ്റെ കുഴപ്പം. ഞാൻ തങ്കമ്മ തന്നെയാണ്, എനിക്കൊരു മാറ്റവുമില്ല. നൈഫും ഫോർക്കും ഉപയോഗിച്ച് ഭക്ഷണം കഴിച്ചു എന്നും പറഞ്ഞുകൊണ്ട് എന്നിൽ എന്ത് മാറ്റം ഉണ്ടാകാനാണ്? ഒരാൾക്കും ഒന്നും പഠിക്കാൻ കഴിയില്ല എന്ന് കരുതി അവരെ വില കുറച്ച് കാണുന്ന മാഡത്തിനല്ലേ തെറ്റുപറ്റിയിരിക്കുന്നത്. ആരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് പാടില്ല മാഡം. എല്ലാവർക്കും പഠിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ, ഒന്ന് മനസ്സ് വെച്ചാൽ മാത്രമേ ഉള്ളൂ. ഇപ്പം തന്നെ മാഡത്തിന് സംശയം ഞാൻ നൈഫും ഫോർക്കും ഉപയോഗിച്ച് കഴിച്ചപ്പോൾ ഞാൻ തങ്കമ്മയാണോ എന്ന്. അതെങ്ങനെയാണ് മാഡം ഞാൻ അല്ല എന്ന് പറയാനായിട്ട് സാധിക്കുന്നത്? എല്ലാവർക്കും എല്ലാത്തിനുമുള്ള കഴിവുണ്ട് എന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. ഇത് കേൾക്കുമ്പോഴും ക്യാപ്റ്റൻ അങ്ങോട്ട് തൃപ്തിയാവുന്നില്ല. ക്യാപ്റ്റന് സംശയം വർദ്ധിക്കുക കേട്ടോ ചെയ്യുന്നത്. ഇവർക്ക് എന്തൊക്കെയോ കഴിവുകളുണ്ട്, ഇവർ ഞാൻ വിചാരിക്കുന്ന പോലത്തെ ആളല്ല എന്ന് തന്നെ ക്യാപ്റ്റൻ മനസ്സിൽ ഉറപ്പിക്കുന്നു കേട്ടോ. പിന്നീട് നേരെ ശംഖുവിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്നു. എന്നിട്ട് പറയുന്നു, ഈ തങ്കമ്മയുണ്ടല്ലോ അവർ ഞാൻ വിചാരിച്ച പോലെ ആളല്ല, അങ്ങനെ ആവാൻ വഴിയില്ല എന്ന് പറയുന്നത്. അവർക്ക് പല കാര്യങ്ങളും അറിയാമായിരിക്കും എന്നിങ്ങനെ ശംഖു പറയാട്ടോ ചെയ്യുന്നത്. ശംഖു അതല്ല, ഇവരെന്നെ ഓരോ ദിവസവും ഞെട്ടിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയാട്ടോ ചെയ്യുന്നത്. അവർ നൈഫും ഫോർക്കും ഉപയോഗിച്ച് ആഹാരം കഴിക്കുന്നു, അതുപോലെ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. ഇതെന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഇവരൊരു സാധാരണ സ്ത്രീ അല്ല എന്ന് പറയാട്ടോ ചെയ്യുന്നത്. അങ്ങനെ നിനക്കിപ്പോൾ തോന്നാൻ ഇപ്പോൾ എന്താ ഉണ്ടായെന്ന് ഉടനെ തന്നെ ശംഖു ചോദിക്കുന്നുണ്ട്. നിൻ്റെ കാഴ്ചപ്പാടുകളിലാണ് തെറ്റെന്ന് പറയുന്നു. നീ പലതിനെയും തെറ്റായിട്ട് കരുതുന്നുണ്ടല്ലോ, നീ ഇനി കുറച്ചെങ്കിലും അവരോട് മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കാനായിട്ട് പോകുന്നുള്ളൂ, തെറ്റ് കണ്ടാൽ ഞാൻ വിമർശിക്കും, വഴക്ക് പറയുകയും ചെയ്യുമെന്ന് ക്യാപ്റ്റൻ പറയാട്ടോ ചെയ്യുന്നത്. പക്ഷേ അവരെക്കുറിച്ച് നല്ലതുപോലെ അന്വേഷിച്ചിട്ട് തന്നെയാണോ ശംഖു അവരെ ജോലിക്കെടുത്തത്? അവർ എവിടെ ഇതിനു മുമ്പ് ജോലി ചെയ്തിരുന്നത്? ഞാൻ അവരെപ്പറ്റി നല്ലതുപോലെ അന്വേഷിച്ചെന്നും നിൻ്റെ കാഴ്ചപ്പാടുകൾക്കാണ് പ്രശ്നമെന്നും നീയാണ് പലതിനെയും തെറ്റായിട്ട് കാണുന്നതെന്നും ഒക്കെ പറയാട്ടോ ചെയ്യുന്നത്. നിൻ്റെ ആ ഐഫോൺ കേടായപ്പം നീ പറഞ്ഞു അവർക്ക് നന്നാക്കാനൊന്നും പറ്റില്ലെന്ന്. ആരാ നന്നാക്കിയത്? അവർ തന്നെയല്ലേ നന്നാക്കിയത് എന്ന് ചോദിക്കുക കേട്ടോ ചെയ്യുന്നത് ശംഖു. അപ്പോൾ ഉടനെ തന്നെ അത് ശരിയാണല്ലോ, പക്ഷേ ഞാൻ കണ്ടുപിടിക്കും ശംഖു, അവരിൽ എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്. അവർ നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല. ഒരു ചിത്തിരയ്ക്കൊരു അച്ഛമ്മ ഉണ്ടായിരുന്നല്ലോ, അവരിപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുന്നു. അവർ ജയിലിലല്ലേ, കുട്ടിയെ തട്ടിക്കൊണ്ട് പോയ കേസിൽ അവരെ ജയിലിൽ ആക്കിയിരിക്കുകയല്ലേ എന്ന് പറഞ്ഞു. അത് ശരിയാണല്ലോ, പക്ഷേ എന്നാലും ഇവരെന്നെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഓരോ ദിവസവും. ഇവർ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഇവർക്ക് എന്തോ ഒരു ഭൂതകാലമുണ്ട്. ഞാൻ എന്തായാലും അവരുടെ ഭൂതകാലം ചെകയുമെന്ന് പറയാം. അപ്പോൾ ഉടനെ ശംഖു പറയാം കേട്ടോ ചെയ്യുന്നത് വിഷയം തിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനൊന്നും ആയിരിക്കില്ല, അവർ പല സ്ഥലത്ത് ജോലി ചെയ്ത് കാണില്ലേ, അവർ നല്ല വീട്ടിൽ വല്ലതും ജോലി ചെയ്ത് കാണും, അതുകൊണ്ടായിരിക്കുന്നു. അതൊന്നുമല്ല, വേറെ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. ഇവരുടെ ഭൂതകാലം കണ്ടെത്തണമെന്നും പറഞ്ഞുകൊണ്ട് പോകുന്നു. ഞാനത് കണ്ടെത്തുമെന്നും പറഞ്ഞു. അപ്പോൾ ശങ്കർദാസ് ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. പിന്നീട് ചിത്തിര സ്കൂളിലേക്കൊന്നും പറഞ്ഞ് ഇറങ്ങുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ ഡ്രൈവർ പറയുന്നുണ്ട്, അന്ന് പാടത്ത് പോയപ്പോൾ എനിക്ക് ഒരുപാട് വഴക്ക് കേട്ടു, അതുപോലെ ഒന്നും ഉണ്ടാക്കരുത്, എൻ്റെ ജോലി തെറിക്കുമെന്ന് പറയുന്നു. ചേട്ടൻ വിഷമിക്കേണ്ടായെന്നും ഇപ്രാവശ്യം അങ്ങനെ ഒരു അബദ്ധം പറ്റില്ല എന്നും. അന്ന് ക്യാപ്റ്റന് സ്കൂളിൽ നിന്ന് മെസ്സേജ് വന്നതുകൊണ്ടാണ് ക്യാപ്റ്റൻ അത് കണ്ടുപിടിച്ചതെന്നും ഇന്ന് ആ മെസ്സേജ് വരുന്ന നമ്പർ ഞാൻ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നും അതുകൊണ്ട് ആരും കണ്ടുപിടിക്കാൻ പോകുന്നില്ലെന്നും പറഞ്ഞു. മോളാൾ കൊള്ളാമല്ലോ,
എന്തായാലും സാരമില്ല, ആ ക്യാപ്റ്റന് ഭ്രാന്താണ്, എന്തായാലും കണ്ടുപിടിക്കുവാണെങ്കിൽ ഞാൻ മോളെ കൊണ്ടൊന്ന് സ്കൂളിലാക്കിയെന്ന് ക്യാപ്റ്റനോട് പറഞ്ഞാൽ മതി. അങ്ങനെ എന്നെ ഇതിലേക്കൊന്നും ഇടാതിരുന്നാൽ മതി. എൻ്റെ ജോലി നഷ്ടപ്പെടുത്താനായിട്ട് എനിക്ക് സാധിക്കത്തില്ലേ, അത് മാത്രം ചെയ്താൽ മതി. വേറെ എന്ത് വേണമെങ്കിലും മോളുടെ ഇഷ്ടത്തിന് ചെയ്തു, എനിക്കൊരു വിരോധവും ഇല്ലയെന്ന് പറഞ്ഞാൽ ഫുൾ സപ്പോർട്ട് ഡ്രൈവർ കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ചേട്ടൻ ഒന്നുകൊണ്ടും പേടിക്കേണ്ടായിരുന്നു, ചേട്ടൻ ഒരു കുഴപ്പവും പറ്റാനായിട്ട് പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ചിത്തിര അവിടെ ഇറങ്ങുക കേട്ടോ ചെയ്യുന്നത്. അപ്പോഴേക്കും മല്ലികാമ്മ അവിടെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. മല്ലികാമ്മ അങ്ങോട്ടേക്ക് ഓടിയെത്തുന്നുണ്ട്. അപ്പോൾ തന്നെ ചിത്തിരയുടെ ചോദിക്കുന്നു, ഡ്രൈവർ എങ്ങാനും പോയി പറഞ്ഞു കൊടുക്കും. അയങ്ങേരി പോയൊന്നും പറഞ്ഞൊന്നും കൊടുക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയാം കേട്ടോ ചെയ്യുന്നത്. എന്തായാലും ആ ക്യാപ്റ്റൻ എങ്ങാനും കണ്ടുപിടിച്ചാലുണ്ടല്ലോ ഞാൻ അവിടുന്ന് തെറിക്കുമെന്ന് പറയാം കേട്ടോ ചെയ്യുന്നത്. അതാ പ്രശ്നമെന്ന് പറയുന്നു. ഈ പ്രാവശ്യം ആരും കണ്ടുപിടിക്കാനായിട്ട് പോകുന്നില്ല എന്ന് പറയുന്നു. അത്രയ്ക്ക് പ്ലാനിങ് ഞാൻ നടത്തിയിട്ടുണ്ടെന്ന് പറയും. എന്നാൽ പിന്നെ കുഴപ്പമില്ലെന്ന് മല്ലികാമ്മയും പറയുന്നു. അപ്പോഴത്തേക്ക് തന്നെ ഹരിയും മഹേഷും അങ്ങോട്ടേക്ക് എത്തുക കേട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേക്കും ചിത്തിരയുടെയും മല്ലികാമ്മയുടെ മുഖത്ത് സന്തോഷം വിടരുക കേട്ടോ ചെയ്യുന്നത്. ഹരിക്കും മഹേഷിനും ഒക്കെ ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പോഴും മല്ലികാമ്മയുടെ കൂടെ ചിത്തിരയുടെ കൂടെ നടക്കാനൊക്കെ പറ്റുന്നുണ്ടല്ലോ. എന്താ താമസിച്ചതെന്ന് ഓട്ടോമാമാന്ന് ചോദിക്കുക കേട്ടോ ചെയ്യുന്നത് ചിത്തിര. അവിടെ ക്യാപ്റ്റൻ ആണെങ്കിൽ ഇവിടെ രാഗിണിയാണ്, എന്തൊക്കെ സംശയങ്ങളാണെന്നോ. ഞാനും ഇവനും കൂടെ ഒരുമിച്ച് ഇറങ്ങിയപ്പോഴത്തേക്കും അവർക്ക് മുടിഞ്ഞ സംശയം, ഓരോരോ ചോദ്യങ്ങളും കൊണ്ട് ഇവനെ വീർപ്പ് മുട്ടിക്കുകയാണെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അവളെയും കൂടെ കൂട്ടായിരുന്നില്ലേ നിനക്ക്, അവിടെ സംശയം അങ്ങ് മാറ്റി കൊടുക്കാമായിരുന്നല്ലോ എന്ന് പറയുക കേട്ടോ ചെയ്യുന്നത് മല്ലികാമ്മ. അപ്പോൾ ഉടനെ കൂട്ടിയാൽ നല്ല വിശേഷമായി, നമ്മുടെ കൂട്ടത്തിലൊന്നും കൂട്ടാൻ പറ്റുന്ന ആളല്ല എന്ന് പറഞ്ഞു. ഇന്നത്തെ പ്രോഗ്രാം എന്തൊക്കെയാണെന്ന് മഹേഷ് ചോദിക്കുമ്പോഴത്തേക്കും ഇന്ന് ആദ്യം അമ്പലത്തിൽ പോകണം, അച്ഛമ്മയുടെ ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിക്കണം, അതിനുശേഷം ഉച്ചയാകുമ്പോൾ ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ പോകുന്നു, നല്ലൊരു സദ്യ കഴിക്കുന്നു, പിന്നെയും കറങ്ങി അടിച്ച് നടക്കുന്നു, സ്കൂൾ വിടുന്ന സമയമാകുമ്പോൾ നേരെ ഞാൻ കാറിൽ കയറുന്നു, വീട്ടിലേക്ക് പോകുന്നു. ഇതാണ് പദ്ധതികളെന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. ഈ പ്രാവശ്യം നല്ല പ്ലാനിങ്ങോട് കൂടിയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ കുഴപ്പമില്ലെന്ന് മല്ലികാമ്മയും പറയും. നല്ല പ്ലാനിങ് ആണെന്നും പറയുന്നുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് അമ്പലത്തിലേക്ക് പോയേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പിറന്നാൾ ആഘോഷം നടത്തുന്നതിന് വേണ്ടിയിട്ട് ആദ്യത്തെ തുടക്കം കുറിക്കാനായിട്ട് നേരെ അമ്പലത്തിലേക്ക് പോകുന്നു. മല്ലികാമ്മയുടെ ദീർഘായുസിന് വേണ്ടി ചിത്തിര പ്രാർത്ഥിക്കുന്നു, ചിത്തിരയ്ക്ക് വേണ്ടി മല്ലികാമ്മയും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ എല്ലാവരും സന്തോഷകരമായിട്ട് അമ്പലത്തിൽ നിന്ന് ദേവിയെ തൊഴുത് പ്രാർത്ഥിച്ച് വണങ്ങുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ അവരുടെ ആ ഒരു ദിവസം അടിച്ച് പൊളിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പും തുടങ്ങുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എന്തായാലും ഇനി അങ്ങോട്ടേക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എപ്പിസോഡുകൾ തന്നെയായിട്ടോ വരുന്നത്. എല്ലാ കളത്തിനും പൊളി.